നമസ്കാരം പ്രിയമുള്ളവരെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കവേ മുന്നണി മാറ്റ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുക എന്നതായി കാണാം. പ്രത്യേകിച്ചും RJD അടുത്തു തന്നെ UDF എത്തുമെന്ന രീതിയിൽ വാർത്തകൾ കാണുന്നുണ്ട് മാധ്യമങ്ങളിൽ. മറ്റൊന്ന്, കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുവാൻ പറ്റാത്ത ചില വാർത്തകളാണ്. കേരള കോൺഗ്രസ് UDF എത്തുമെന്ന രീതിയിലുള്ള ചില വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും അതിന് ഏറ്റവും അടിസ്ഥാനമായി അവർ പറയുന്ന കാര്യം, കേരള കോൺഗ്രസ് എം ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. അവർ പറയുന്നത് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും കുടിയേറ്റ കർഷകർ, അവർ ഈ വന്യമൃഗങ്ങളുടെയൊക്കെ ആക്രമണം വലിയ രീതിയിൽ നേരിടുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടി അടിയന്തരമായ ഒരു നിയമസഭാ യോഗം ചേരണമെന്ന് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ഈ കുടിയേറ്റ കർഷകരുടെ ഒരു നിയമ ഭേദഗതി ഉണ്ടാക്കണം, നിയമസഭ ചർച്ച ചെയ്ത് എന്ന രീതിയിലുള്ള ഒരു ആവശ്യവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതൊരു പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേരള കോൺഗ്രസ് LDF വിടാനുള്ള ഒരു മുന്നൊരുക്കമാണോ എന്ന രീതിയിൽ ചർച്ചകൾ ഉയരുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും പത്രമാധ്യമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അടൂർ പ്രകാശ് UDF കൺവീനറായി വന്നത് മുതൽ അദ്ദേഹം UDF വികസിപ്പിക്കുവാനുള്ള, വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്ന രീതിയിൽ വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചാണ്. പ്രത്യേകിച്ചും അടൂർ പ്രകാശിന്റെ ഒരു പ്രവർത്തന ശൈലി നമുക്കറിയാം. അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ടാണ്, വലിയ കോലാഹലങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് വളരെ തന്ത്രപൂർവ്വം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കക്ഷികൾ, കൂടുതൽ പാർട്ടികൾ UDF എത്തുമെന്ന രീതിയിലുള്ള വിശദീകരണങ്ങളൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് നേരത്തെ പോലെ ഒരു കോൺഗ്രസ് വിരോധം അവരുടെ ഭാഗത്തുനിന്നില്ല. കാരണം നേരത്തെ രമേശ് ചെന്നിത്തല ശക്തമായി പ്രതിപക്ഷ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് കേരള കോൺഗ്രസ് എമ്മും UDFുമായി തെറ്റിപ്പിരിഞ്ഞത്. കാരണം കോഴ ആരോപണം KM മാണിക്കെതിരെ ഉണ്ടാകുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് അവരാഗ്രഹിച്ച രീതിയിൽ ഒരു പിന്തുണ ഉണ്ടായില്ല എന്നൊരു ആരോപണം കേരള കോൺഗ്രസ് എമ്മിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജോസ് കെ മാണിക്കുണ്ട്. അതിപ്പോ മാറി നേതൃത്വ സ്ഥാനത്തിരിക്കുന്നത് സതീശനാണ്. ഒപ്പം സഭയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് സതീശൻ. ഒപ്പം തന്നെ അങ്ങനെ തന്നെ സഭയുമായിട്ട് അടുത്ത ബന്ധമൊക്കെ ഉള്ള അടൂർ പ്രകാശ് കൺവീനർ ആയിരിക്കുന്നു. അങ്ങനെയുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ് കത്തോലിക്ക സഭയുമായിട്ടൊക്കെ എന്നുള്ള രീതിയിൽ വാർത്താമാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിടുകയാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ഒരു നിർദ്ദേശം ജോസ് കെ മാണി സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ 2010 ഇങ്ങനെ ഒരു കത്തോലിക്ക സഭയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് PJ ജോസഫ് UDF എത്തിയിരുന്നു. അത് പെട്ടെന്ന് തന്നെയായിരുന്നു. അദ്ദേഹം ഇതുപോലെ ഇപ്പോൾ ജോസ് കെ മാണിയും അതുപോലെ റോഷി അഗസ്റ്റിനും ഒക്കെ പറയുന്നത് പോലെ തങ്ങൾ LDF സംതൃപ്തരാണ്, LDFുമായി ഒന്നിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം PJ ജോസഫ് UDF എത്തിയത്. അതുപോലെ KM മാണിയുടെ മകൻ ജോസ് കെ മാണിയും UDF എത്തുവാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസുകളുടെ ഒക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അണികൾ ഈ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമോ എന്ന ഒരു ഭയം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചുണ്ട്. കാരണം കഴിഞ്ഞ 2 ഇലക്ഷനുകൾ അവർ നോക്കിയാണ്. ലോക്സഭാ ഇലക്ഷന് അവരുടെ സിറ്റിംഗ് സീറ്റായ കോട്ടയം അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ പാലക്കാട്ടത്തെയും നിലമ്പൂരെയും ഒക്കെ ബൈ ഇലക്ഷനുകളും കേരള കോൺഗ്രസ് എം വീക്ഷിക്കുന്നുണ്ട്. അതിലൊക്കെ UDF വലിയൊരു വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം UDFനോടൊപ്പം ചേർന്ന് മന്ത്രിസഭയിൽ അംഗമാകുവാനായിരിക്കും ഒരു പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ ശ്രമവും എന്ന രീതിയിൽ തന്നെ വാർത്തകൾ പുറത്തുവിടുകയാണ്. പ്രത്യേകിച്ച് UDFനൊപ്പം നിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലാഭം അധികം. മിക്കപ്പോഴും ക്യാബിനറ്റിന്റെ ഒരു കണക്കെടുത്താൽ തന്നെ കേരള കോൺഗ്രസ് UDFനൊപ്പം നിൽക്കുകയാണെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രമുഖമായ വകുപ്പുകളാണ്. ക്യാബിനറ്റിലാണെങ്കിൽ റവന്യൂ, ധനകാര്യം മുതലായ വലിയ വകുപ്പുകളാണ് മാണി സാർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആണെങ്കിൽ അത് ജലസേചനം എന്ന വകുപ്പിൽ താരതമ്യേന ദുർബലമായ ഒരു വകുപ്പിൽ എത്തി നിൽക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ ലാഭം കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് അത് UDFുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. മിക്കപ്പോഴും ലോക്സഭയിലും അംഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ലോക്സഭയിൽ പോലും പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം UDF എത്തുവാൻ ഉള്ള ആവശ്യം ഉന്നയിക്കുന്നു എന്ന രീതിയിൽ തന്നെ വാർത്തകൾ വരികയാണ്. പ്രത്യേകിച്ചും റാന്നി MLA പ്രമോദ് നാരായൺ ഒഴികെ ബാക്കി 4 MLAമാരും UDF എത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കേരള കോൺഗ്രസിന്റെ വോട്ട് CPM വിരുദ്ധതയാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ CPM വിരുദ്ധതയുള്ള വോട്ട് CPMനൊപ്പം ചേർന്നാൽ അത് കോൺഗ്രസിൽ എത്തും എന്ന രീതിയിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഒരു ചർച്ച ഉരുത്തിരിയുന്നതായി വാർത്തകൾ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത പറയുകയാണെങ്കിൽ കടുത്തുരുത്തി മണ്ഡലത്തിൽ ജോസ് കെ മാണി LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ ഒരു രീതിയിൽ UDFൽ വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാർത്ത, LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ജോസ് കെ മാണി അവിടെ ശ്രമങ്ങൾ നടത്തി, അല്ലെങ്കിൽ അദ്ദേഹം ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു, കുടുംബയോഗങ്ങൾ വിളിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ്. എന്തായാലും
വാർത്തകളുടെ ഒരു നിജസ്ഥിതി നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് അഡ്വക്കേറ്റ് ജോബ് മൈക്കിള്, ജയരാജ്, റോഷി അഗസ്റ്റിൻ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എന്നീ 4 MLA മാരും UDF-ൽ എത്തണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ ജോസ് കെ മാണി കടുതുരുത്തിയിൽ LDF സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എം നെടുകെ പിളരാനുള്ള സാധ്യത വളരെയധികമാണ്. അതായത് പ്രമോദ് നാരായണൻ മാത്രം, റാന്നി MLA മാത്രം ജോസ് കെ മാണിക്കൊപ്പം നിൽക്കും. ജോസ് കെ മാണി കടുതുരുത്തിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പക്ഷേ മറ്റു 4 MLA-മാർ, അതായത് റോഷി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, ജയരാജ്, റോഷി അഗസ്റ്റിൻ എന്നീ 4 MLA-മാർ UDF-നൊപ്പം എത്തും എന്ന ഒരു ധാരണയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണുക മാത്രമേ നിർവാഹമുള്ളൂ. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.